ഹായ്, ഇന്ന് നമ്മൾ വീട്ടിലൊരു പുതിയ അതിഥി വന്നുകൊണ്ട് നമ്മൾ വിചാരിച്ച് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോകാമെന്ന്. അതിഥി എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ കാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു കാറുണ്ട്, ഇതിപ്പോൾ രണ്ടാമത് എടുത്ത കാറാണ്. 7 സീറ്റുള്ള കാറാണ്. നമുക്ക് അതിൻ്റേതായ സന്തോഷം മക്കൾ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്നത്. മക്കൾ പറഞ്ഞാൽ എവിടെയെങ്കിലും പുതിയ ഇതിൽ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ എന്നാൽ മുത്തപ്പനെ കാണാൻ പോകാം, മുത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാം വാങ്ങി വരാമെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ ഷോർട്ടായ വഴിയിലോട്ടാണ് പോകുന്നത്. നമുക്കിതിൽ ടൗൺ വഴി പോകണ്ട. ടൗൺ വഴി പോകുമ്പോൾ നല്ല ബ്ലോക്കായിരിക്കും. ഇതിലെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. ഈ കാണുന്നത് നമ്മളെ കടവാണ്. നല്ല വേലിയേറ്റ സമയം തോന്നുന്നു. നല്ല വെള്ളമെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ 3 ദിവസത്തെ ലീവായതുകൊണ്ട് തിരക്കുണ്ടാവുമോ ഒന്നും അറിയില്ല. അല്ലെങ്കിലും തിരക്കുണ്ടാവും, പക്ഷേ അതിലും കൂടുതൽ തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശനി ഞായർ തിങ്കളെല്ലാം കിട്ടിയല്ലോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ വഴി ഇതിപ്പോൾ ഏകദേശം പറശ്ശിനിക്കടവ് എത്താനായ വഴിയാണ്. ഈ കാണുന്നത് പറശ്ശിനിക്കടവിലെ കടവാണ്. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ദൂരേന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും അടുത്തെത്തി നമ്മൾ. പിന്നെ നമ്മൾ വൈകുന്നേരം പോയാൽ മുത്തപ്പനെയും കാണാൻ പറ്റും. 6:30 അങ്ങനെ മുത്തപ്പനെ ഇറങ്ങുന്ന സമയമാണ്. അന്നേരം നമുക്ക് കാണാനും പറ്റും. ഇന്ന് നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. മോൻ കുറച്ച് അടങ്ങിയിരിക്കുകയൊന്നുമില്ല, ഭയങ്കര ഓട്ടമല്ലായിരിക്കും. അങ്ങനെ നമ്മൾ സ്പൈഡർമാനെല്ലാം വാങ്ങിത്തരാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ മുത്തപ്പനെ കാണാൻ പോകുന്നതിൻ്റെ മുമ്പേ തന്നെ സാധനം വാങ്ങിയിട്ട് പോകേണ്ടി വരും. കാരണം വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് മേലോട്ടുള്ള ഷോപ്പുകളെല്ലാം അടച്ച് ഒരിക്കൽ നമ്മൾ വാങ്ങാമെന്ന് കരുതി മുത്തപ്പനെല്ലാം കണ്ടുവരുമ്പോഴത്തേക്ക് അടച്ചിന്. അതുകൊണ്ട് ഇന്ന് പോകുന്ന വഴിക്ക് തന്നെ വാങ്ങിയിട്ട് മുത്തപ്പനെ കാണാൻ പോകാമെന്ന് വരുന്നത്. ഇത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന വഴി ലാസ്റ്റ് തൊട്ടൊരു നല്ല ഫുൾ കുപ്പിവളയാണ്. അവിടെ നമ്മൾ കുപ്പിവളയും കുറച്ച് സാധനങ്ങൾ ക്യൂടെക്സ് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. കാണുമ്പോൾ എല്ലാ കുപ്പിവളയും വാങ്ങാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് നല്ല സെലക്ഷനുള്ള ഒരു സ്ഥലമാണ്. അന്നൊരിക്കൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്നിരിക്കുമ്പോൾ പൂട്ടിപ്പോയോണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ വാങ്ങിയിട്ടാണ് പോകുന്നത്. മക്കളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് വാങ്ങുന്നു. കുറച്ച് വാങ്ങുന്നതൊന്നും എടുക്കാണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇത് ക്ഷേത്രത്തിലെത്തി. നല്ല വെള്ളം മേലോട്ടേക്കുണ്ട്. മോന് സ്പൈഡർമാനെ വാങ്ങിക്കൊടുത്തിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ അവൻ വാങ്ങാൻ വിടില്ല, വാങ്ങാണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വിടില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടാണ് പോയത്. അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം താഴോട്ടുണ്ടാവില്ല. ഇന്ന് നല്ലോണം മേലോട്ടാണ്. പിന്നെ നല്ല തിരക്കുമാണ്. എന്നിട്ട് നമ്മൾ ചായയും പ്രസാദവും കഴിച്ച് മുത്തപ്പൻ ഇറങ്ങാൻ നോക്കുന്നേ ഉള്ളൂ. നമ്മളതിന് ശേഷം ഇങ്ങോട്ട് ബോട്ടുള്ള സ്ഥലത്തേക്കെല്ലാം വന്ന് എല്ലായിടത്തും നല്ല ആളുണ്ട്. ബോട്ടിലായാലും എങ്ങനെ എല്ലായിടത്തും ഫുള്ള് തിരക്കാണ്. ഞാൻ പറഞ്ഞല്ലോ 3 ദിവസത്തെ ലീവായതുകൊണ്ടാണ് നല്ല തിരക്കാണ്. മുത്തപ്പൻ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ഉള്ളിലെല്ലാം നല്ല ഫുൾ തിരക്കാണുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇതെല്ലാം കണ്ട് നമ്മൾ ബോട്ടിലേക്കൊന്നും പോയില്ല. തിരിച്ച് വരുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് തട്ടുകടയിൽ നിന്ന് ചായയെല്ലാം കുടിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.